കടലോരവും പിന്നെ കശുവണ്ടി തൊഴിലാളികളും കർഷകരും കലാകാരന്മാരും പിന്നെ രാഷ്ട്രീയവും നിറഞ്ഞു നിൽക്കുന്ന മണ്ണാണ് കൊല്ലത്തിൻ്റെത്. കൊല്ലത്തിന്റെ രാഷ്ട്രീയം ഉഴുതിട്ട മണ്ണിൽ പലപ്പോഴും നിയമസഭയിലേക്ക് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമ്പോഴും പാർലമെന്റിലേക്ക് NK പ്രേമചന്ദ്രന്റെ കരുത്തിൽ, പീതാംബരക്കുറുപ്പിന്റെ കരുത്തിൽ, S കൃഷ്ണകുമാറിന്റെ കരുത്തിൽ കോൺഗ്രസ് പോയ ചരിത്രം കൂടിയുണ്ട്. മണ്ഡലത്തിൽ തുടർച്ചയായി മൂന്നാം ജയം തേടി RSPയുടെ തന്നെ UDFന്റെ തന്നെ NK പ്രേമചന്ദ്രൻ എത്തുമ്പോൾ എന്താണ് മറുവശത്ത് കരുതി വെച്ചിരുന്നത്? അതൊരു സസ്പെൻസ് ആയിരുന്നു. മുകേഷിനെ MLA തന്നെ രംഗത്തിറക്കി CPM-ഉം ഇടതുമുന്നണിയും മത്സരം സജീവമാക്കി. ഒപ്പം കൃഷ്ണകുമാർ NDA സ്ഥാനാർത്ഥിയായും എത്തിയതോടുകൂടി ചിത്രം നിറഞ്ഞു. കളം നിറഞ്ഞ് സ്ഥാനാർത്ഥികളും മുന്നണികളും പ്രചരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ കൊല്ലത്തിന്റെ രാഷ്ട്രീയ മനസ്സിലെന്ത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കിപ്പം അതിഥികളായി ചർച്ചയിൽ പങ്കുചേരാൻ ഇപ്പോൾ UDF-ൽ നിന്നും ഫൈസൽ കുളപ്പാടം DCC ജനറൽ സെക്രട്ടറി. വെൽക്കം ഫൈസൽ. NDAയുടെ പ്രതിനിധിയായി BJPയുടെ ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാർ. ഒപ്പം കൊല്ലം ജില്ലാ സെക്രട്ടറി രംഗം CPM-ന്റെ ഏണസ്റ്റ് സേവ്യർ LDF-നെ പ്രതിനിധീകരിച്ച് അല്പസമയത്തുള്ള നമുക്കൊപ്പം ചർച്ചയിൽ പങ്കുചേരും. ഞാൻ ആദ്യം ഫൈസൽ കുളപ്പാടത്തേക്ക് പോകുന്നു. ഫൈസൽ കുളപ്പാടം, ഒരു ഹാട്രിക്കിന് ഒരുങ്ങുകയാണ് NK പ്രേമചന്ദ്രൻ. പക്ഷേ ഇത്തവണ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കുമെന്നാണ് ഇടതുമുന്നണി പറയുന്നത്. മൈക്ക് ഓണാണ് സർ. LDF-ന്റെ ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിരിക്കുന്നു. NK പ്രേമചന്ദ്രന് ഒരു ഹാട്രിക് അവസരം നൽകില്ല എന്ന ഒരു ആവേശത്തിലാണ്, എന്ന ഒരു തീർപ്പിലാണ് ഇടതുമുന്നണി പ്രവർത്തകർ. എന്ത് സാധ്യതയാണ് നിങ്ങൾ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ? ഇവിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്, ആ ഫാസിസ്റ്റ് വിരുദ്ധ ആ ഗവൺമെൻറ്റിനെതിരെയുള്ള പോരാട്ടത്തിന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, വാഗ്ദാന ലംഘനങ്ങളുടെ ഒരു പെരുമഴ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം. ആ ഭരണത്തിലെ ജനങ്ങൾ അനുഭവിച്ച ജനദ്രോഹങ്ങൾ ഒന്നൊന്നായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇവിടുത്തെ പ്രതിവർഷം 2 കോടി തൊഴിലവസരം കൊടുക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പട്ടിണിയിൽ ഇന്ത്യ 100-ലധികം സ്ഥാനത്തേക്ക് കടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ അവരുടെ ഒരു നേട്ടമായി അവർ പറയുന്നത് 1000-ന്റെ നോട്ട് നിരോധിച്ചൊരു കാര്യമാണ്. പക്ഷേ 10 വർഷം മുമ്പ് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 10 വർഷം അധികാരത്തിലിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള ഗുണങ്ങൾ കൂടി ഞങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയുന്നുണ്ട്. വിവരാവകാശ നിയമം നടപ്പിലാക്കിയത്, തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത്, അതോടൊപ്പം തന്നെ അതും കൂടെ അതാണ് ഏറ്റവും വലിയ ഒരു തെറ്റാണ് ഇപ്പോൾ അരുൺകുമാർ ഇവിടെ സൂചിപ്പിച്ചത്. കാര്യം 2004-ൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ CPM-ഉം ഇടതുപക്ഷവുമായിട്ട് ഒരു സഖ്യത്തിൽ രൂപപ്പെട്ടത്. 2004-ന് മുമ്പ്, ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇറക്കിയിട്ടുള്ള പ്രകടന പത്രികയിൽ കൃത്യമായിട്ട് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കും എന്ന് പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയത്ത് ഈ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കി. നേരെ മറിച്ച് CPM അധികാരത്തിലിരുന്ന സംസ്ഥാനങ്ങളിൽ ഇതുപോലെ നടപ്പിലാക്കിയിട്ടുണ്ട്. പറയുന്നത് പോലെ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ഇത്രയും നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ വന്നതിന് ശേഷം പറയാം. അപ്പോൾ ആ തൊഴിലുറപ്പ് പദ്ധതി UPA ഗവൺമെന്റ് കൊണ്ടുവന്നു, വിവരാവകാശ നിയമം കൊണ്ടുവന്നു, ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നു. അതിനേക്കാൾ ഉപരിയായി കർഷകരെ താങ്ങി നിർത്തുന്നതിന്റെ ഭാഗമായി 72,000 കോടി രൂപയുടെ കാർഷിക കടങ്ങൾ എഴുതി തള്ളിക്കൊണ്ട് UPA ഗവൺമെന്റ് മുന്നോട്ട് പോയി. 10 വർഷത്തിന് മുമ്പുള്ള UPA 1-ന്റെയും UPA 2-ന്റെയും UPA 2 താങ്കൾക്ക് പറയാൻ കഴിയില്ലല്ലോ. അവിടെ 2G സ്പെക്ട്രത്തിന്റെ എണ്ണിയാൽ തീരാത്ത കണക്കിന്റെ അഴിമതി ഉണ്ടല്ലോ. 2G സ്പെക്ട്രത്തിന്റെ അഴിമതിയുടെ കാര്യം മാത്രമല്ല, ഏത് അഴിമതിയുടെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ ആ അഴിമതിയൊക്കെ എവിടെ ചെന്ന് നിൽക്കുന്നു. ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നല്ലോ, ആ 2G സ്പെക്ട്രം അഴിമതിയുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി എടുക്കുവാൻ പോയി? അപ്പോൾ ഈ മണ്ഡലത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് വികസന രാഷ്ട്രീയമായിരിക്കും. തന്നെ പ്രേമചന്ദ്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം, ഇപ്പോൾ പ്രേമചന്ദ്രനെ സംഘിവൽക്കരിക്കുക എന്നുള്ളൊരു കാര്യവുമായിട്ടാണ് കൊല്ലത്തുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മുഖ്യമന്ത്രി എഴുതി കൊടുക്കുന്ന ഒരു പേപ്പർ കാണാപ്പാടം ഒരേ രീതിയിൽ പറയണം. അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ചകളിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുകാർ സംസാരിച്ചില്ല എന്നുള്ളത് ഇന്നും CPM ആക്ഷേപമായിട്ട് ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തിരിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആക്ഷേപം, അതിന്റെ തെളിവുകൾ സഹിതം സംസാരിച്ച കാര്യങ്ങളെല്ലാം വെളിയിൽ വന്നു. അതോടൊപ്പം തന്നെ കേരള ഗവൺമെന്റ്, അത് പറയാൻ
ഞാൻ ഗോപകുമാറിനെ കൊണ്ട് ചർച്ചയിലേക്ക് ക്ഷണിച്ചോട്ടെ. ഗോപകുമാർ, നോക്കൂ, നിങ്ങൾ കൊടുത്ത അഴിമതി, നിങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങൾ, ഇതെല്ലാം ഈ മണ്ഡലത്തിൽ ചർച്ചയാവുമെന്നാണ് പറയുന്നത്. ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും അദ്ദേഹം സൂചിപ്പിച്ചതെങ്കിലും. അപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി യഥാർത്ഥത്തിൽ ഈ 2 കോടി തൊഴിലെവിടെ എന്ന ചോദ്യത്തിന് മുന്നിൽ തകർന്ന് തരിപ്പണമാവില്ലേ എന്നതാണ്. അപ്പോൾ കൃഷ്ണകുമാറിനെ രംഗത്തിറക്കിയാലും ആ വോട്ടർമാർ ചോദിക്കും, എവിടെയാണ് മോദിയുടെ ഗ്യാരണ്ടി? തൊഴിലിൻ്റെ ഗ്യാരണ്ടി എവിടെ? നിങ്ങൾ പെട്രോൾ ഡീസൽ വില കുറയ്ക്കുമെന്ന് പറഞ്ഞ ഗ്യാരണ്ടി എവിടെ? നിങ്ങൾക്ക് ഗ്യാസിൻ്റെ വില കുറയ്ക്കുമെന്ന് പറഞ്ഞ ഗ്യാരണ്ടി എവിടെ? ഇതൊക്കെ ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് അത് വോട്ടായി മാറുക? ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചു കൊടുത്ത ഇന്ത്യയുടെ ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിജി. അതടക്കമുള്ള ജനക്ഷേമ 15 ലക്ഷമാണോ? അതടക്കമുള്ള ജനക്ഷേമ പദ്ധതികൾ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾ ഉന്നയിക്കുന്ന വിവാദങ്ങൾ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമല്ല. ഈ രാജ്യത്തിലെ തൊഴിലില്ലായ്മ അടക്കം പരിഹരിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ അടിസ്ഥാന വികസന പ്രവർത്തന രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുപോയ ഭാരതത്തിന്റെ സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. ഇവിടെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തെ കുറിച്ച് ഒരുപാട് ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട് തിരിച്ചു വരാൻ കഴിയുന്നില്ല? അങ്ങനെയാണെങ്കിൽ ഭാരതത്തിൽ കഴിഞ്ഞ 10 വർഷം നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഭാരതീയ ജനത അംഗീകരിച്ചിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ്. ആ ഗ്യാരണ്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനത പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പില് 400-ലധികം സീറ്റ് നേടി NDA സഖ്യം അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പാഴ്വാക്ക് ഇതൊന്നും ഭാരതീയ ജനത വിശ്വസിക്കുന്നതല്ല. അവരുടെ മുന്നിൽ വിശ്വാസം അവർക്ക് നേരിട്ട് അനുഭവിച്ച വികസന പ്രവർത്തനങ്ങൾ, അത് കിസാൻ സമ്മാൻ നിധി ആകട്ടെ, ഉജ്ജ്വല യോജനയുടെ ആകട്ടെ, അല്ലെങ്കിൽ റേഷൻ കട വഴി സൗജന്യമായി ഭക്ഷണം വിതരണം നൽകുന്നതാകട്ടെ, ജൻ ഔഷധികളാകട്ടെ, ഇതടക്കം നേരിട്ട് അനുഭവിക്കുക. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി, വൈദ്യുതി എത്താത്ത ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിക്കുക, ഒരു സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക. അതിനും അപ്പുറം ഇന്ത്യയുടെ അടിസ്ഥാന വികസന പ്രവർത്തന രംഗത്ത് അത് ദേശീയപാതയുടെ ആകട്ടെ, വിമാനത്താവളങ്ങളാകട്ടെ, റെയിൽവേ ആകട്ടെ, തുറമുഖങ്ങളാകട്ടെ, അന്താരാഷ്ട്ര സമൂഹത്തോട് മത്സരിക്കത്തക്ക രീതിയിൽ ഈ 10 വർഷക്കാലം ഇന്ത്യയുടെ അടിസ്ഥാന വികസന പ്രവർത്തന രംഗങ്ങളിൽ വന്ന വലിയ മാറ്റം, അതാണ് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഏറ്റവും കരുത്തനായ പ്രധാനമന്ത്രി. ആ തരത്തിലേക്ക് ഇന്ന് ഭാരതം മാറിയിരിക്കുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, എയർപോർട്ട് തുടങ്ങിയവ നിങ്ങൾ സ്വകാര്യവൽക്കരണം നടത്തുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ മറുപടി പറയുക? അടിസ്ഥാനരഹിതമായി ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണവുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുന്നത്. എയർപോർട്ടുകൾ സ്വകാര്യവൽക്കരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാൻ കഴിയുക? എയർപോർട്ടുകളുടെ വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ആകെ ഉണ്ടായിരുന്ന രാജ്യത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് പോലും നിങ്ങൾ സ്വകാര്യവൽക്കരിച്ചില്ലേ? ഈ എയർപോർട്ട് വഴി ആരാ പോവുക? സ്വകാര്യവൽക്കരണം ആരുടെ ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് കൊണ്ടുവന്നേ? അതുകൊണ്ടല്ലേ നിങ്ങളെ തിരിച്ചു കൊണ്ടുവന്നേ? ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് സമ്മതിച്ചു. ഈ രാജ്യത്ത് സ്വകാര്യവൽക്കരണത്തെ കുറിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ആ കാലഘട്ടത്തിൽ വന്നു. 74 എയർപോർട്ടുകളാണ് ഇന്ത്യയില് 2014 മുമ്പ് ഉണ്ടായിരുന്നത്. ഇന്ന് 149 എയർപോർട്ടുകൾ. ജനം ആഗ്രഹിക്കുന്ന എന്താ? ഏറ്റവും മെച്ചപ്പെട്ട യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാവുക. അത് റെയിൽവേയുടെ കാര്യത്തിലാകട്ടെ, വിമാനത്താവളങ്ങളുടെ കാര്യത്തിലാകട്ടെ, ജനം ആഗ്രഹിക്കുന്നത് അതാണ്. അതിനുവേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അടിസ്ഥാന വികസന പ്രവർത്തന രംഗങ്ങൾ അടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ കാലഘട്ടം. ഭാരതീയ ജനത ഒരു വാഹനാപകടം ഉണ്ടായതിനെ തുടർന്ന് ഏണസ്റ്റ് സേവ്യർ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേരില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പകരം അഡ്വക്കേറ്റ് എസ് ഷബീറാണ് നമുക്കൊപ്പം ഉള്ളത്, LDF പ്രതിനിധി. എസ് ഷബീർ, നോക്കൂ, ഈ NK പ്രേമചന്ദ്രൻ ഹാട്രിക് തികയ്ക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF പ്രതിനിധി. അതിന് എണ്ണി പറയുന്നത് UPA സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ വാഗ്ദാനങ്ങളെല്ലാം ഇത്തവണ വോട്ടായിട്ട് മാറും എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളിൽ ജനങ്ങൾ വിശ്വസിക്കും, അവിടെ കോൺഗ്രസിന്റെ ന്യായയിൽ ജനങ്ങൾ വിശ്വസിക്കുമെന്നാണ്. അത് UDFന് മുതൽക്കൂട്ടാവില്ലേ? RSPക്ക് മുതൽക്കൂട്ടാവില്ലേ? ഒരിക്കലും ഇല്ലാത്ത കാര്യമാണ്. കൊല്ലത്ത് ഇപ്പോൾ ഈ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ LDFനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഈ പ്രചരണത്തിന്റെ ഘട്ടത്തിൽ കൊല്ലത്ത് നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്ക് അത് ഉറപ്പായും
എം മുകേഷ് ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്ന ഒരു ആത്മവിശ്വാസത്തിലേക്ക് LDF-ന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് കാരണം കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭരണവും MP-യുടെ പ്രവർത്തനവുമാണ്. കഴിഞ്ഞ 10 വർഷമായി ഈ രാജ്യത്ത് ഒരു ഫാസിസ്റ്റിന് സമാനമായ ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നു. ഈ കൊല്ലത്തിന്റെ MP ഈ ഫാസിസ്റ്റ് വിരുദ്ധ സർക്കാരിനെതിരെ ഒരു ശക്തമായ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. കൊല്ലത്തെ സംബന്ധിച്ച് കൃത്യമായ അതെങ്ങനെ പറയാൻ സാധിക്കും? വിവാദമായ എല്ലാ നിയമനിർമ്മാണങ്ങളിലും NK പ്രേമചന്ദ്രൻ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട്. വിവാദമായ എല്ലാ വിഷയങ്ങളിലും പാർലമെന്റിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ പറയാം. NIA അമെന്റ്മെന്റ് ആക്ട് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ലോക്സഭയിൽ വന്നു. അതിനെതിരെ സംസാരിച്ചിട്ട് വോട്ട് ചെയ്യാൻ NK പ്രേമചന്ദ്രന് കഴിഞ്ഞോ? NIA അമെന്റ്മെന്റ് ആക്ട് അവതാരകൻ പറഞ്ഞാൽ മതി, വോട്ട് ചെയ്യാൻ കഴിഞ്ഞോ? കേരളത്തിൽ നിന്ന് അതിനെതിരെ ഫൈസൽ NIA അമെന്റ്മെന്റ് ആക്ടിന്റെ കാര്യത്തിൽ NK പ്രേമചന്ദ്രൻ വോട്ട് ചെയ്തു. കൃത്യമായിട്ട് പറയാം. ഈ ഇപ്പം ഷബീർ ഇവിടെ സൂചിപ്പിച്ച വിഷയങ്ങളിൽ ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും വിഷയത്തിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കാര്യത്തിൽ NK പ്രേമചന്ദ്രൻ വോട്ടിട്ടോ ഇല്ലയോ? ഈ രാജ്യവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ട് 21 മിനിറ്റ് സംസാരിച്ച് CAA-യുമായി ബന്ധപ്പെട്ട വിഷയം വന്നു. അവിടെ അതിലേക്ക് വരാം. NIA-യുടെ കാര്യത്തിൽ UDF വോട്ട് ചെയ്തില്ല എന്നതാണ് പാർലമെന്റ് രേഖകളിൽ പറയുന്നത്. NIA-യുടെ കാര്യത്തിൽ UDF-ന്റെയും ഇതൊരു അജണ്ടയുടെ ഭാഗമായിട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ കോൺഗ്രസും കൃത്യമായി നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് ഇവിടെ NK പ്രേമചന്ദ്രൻ, മുഹമ്മദ് ബഷീർ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൗധരി ഉൾപ്പെടെ വിഷയത്തിലുണ്ട്. വിഷയത്തിലും കൃത്യമായി ഞാൻ പറയുന്ന അരുൺകുമാർ പറയുന്ന ഒന്ന് കേൾക്കാം. NIA വിഷയത്തിൽ നിങ്ങൾക്ക് എതിരെ അഭിപ്രായമുണ്ടോ ഇല്ലയോ? കല്ലുവെച്ച നുണയുമായി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സംസാരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്റെ അവസരമാണ്. ഒന്ന് ഈ NIA അമെന്റ്മെന്റ് ആക്ട് പാർലമെന്റിനകത്തുള്ള പ്രവർത്തനം സംബന്ധിച്ച് ഞാനും പറഞ്ഞത്. അതിനുശേഷം നമ്മളൊരു ചായ സൽക്കാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ചായയൊക്കെ പോയി കുടിച്ചോട്ടെ, അതിനൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷെ ചായ കുടിച്ചതിന് ശേഷം തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ നിമിഷമാണ് എന്നൊരാൾ പറഞ്ഞാൽ അതിലെന്തോ കുഴപ്പമുണ്ട്. അതിനുശേഷം ഒരു മികച്ച MP എന്ന നിലയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നിങ്ങളെ ചായക്ക് ക്ഷണിക്കുന്നു. ആ ചായക്ക് ക്ഷണിക്കപ്പെട്ടതിൽ അദ്ദേഹം പറയുന്നു അതിനെന്താ പ്രശ്നം? അല്ല, അതിനുശേഷം അവിടെ ആരെയൊക്കെയാണ് വിളിച്ചത്? ഇന്ത്യ മുന്നണി എന്ന് വിളിച്ച ഏകയാളാണ് NK പ്രേമചന്ദ്രൻ. അതിൽ BSPയുടെ MP ഹിതേഷ് പാണ്ഡെ ഇപ്പോ BJP പാളയത്തിലാണ്. അതിന് സമാനമായി അദ്ദേഹം പോകില്ല എന്നത് എന്തുറപ്പാണുള്ളത്? സ്വീകരിക്കാൻ വേണ്ടി മുന്നോട്ട് പോയി. പ്രധാനമന്ത്രി വരുമ്പോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിന്നെ എങ്ങനെ നിൽക്കണം സാർ? പ്രധാനമന്ത്രി നിൽക്കുമ്പോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പ്രോട്ടോകോൾ അനുസരിച്ച് എങ്ങനെ നിൽക്കണം? ഇവരുടെ തർക്കം എന്താ? പ്രധാനമന്ത്രിയുടെ മുന്നിൽ ആരാണ് കൂടുതൽ കുമ്പിട്ട് നിൽക്കുന്നത്? രണ്ടും ഇന്ത്യ മുന്നണിയാണ്. ഇന്ത്യ മുന്നണി എന്നാ പറയുന്നേ. തമ്മിലുള്ള തർക്കം ആരാണ് മുന്നിൽ ആരാണ് കൂടുതൽ പറഞ്ഞോ? പാർലമെന്റിനുള്ളിലെ പ്രകടനം പാർലമെന്റ് അതിനുശേഷം നിർമ്മല സീതാരാമൻ ഈ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയാവണമെന്ന് പറഞ്ഞ കാര്യം കുണ്ട്രയിൽ ഇനി അടുത്ത പ്രധാനമന്ത്രി ആവണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഷബീർ തെറ്റിദ്ധരിപ്പിക്കല്ലേ? അടുത്ത പ്രധാനമന്ത്രി ആവണം എന്നൊരു സ്റ്റേറ്റ്മെന്റ് പ്രേമേന്ദ്രന്റെ വായിൽ നിന്ന് വന്നിട്ടില്ല. എന്താണ് പറഞ്ഞത്? പ്രധാനമന്ത്രി ആവാൻ യോഗ്യയായ ആളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അടുത്ത പ്രധാനമന്ത്രി. ശരിയാവുക? അടുത്ത പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞോട്ടെ, അതിനർത്ഥം എന്താ? അടുത്ത തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മണ്ഡലത്തിൽ ഒരു
ഒരു വികസന പ്രവർത്തനം കൊണ്ടുവന്ന കേന്ദ്രമന്ത്രിയോടുള്ള ഉപചാര പ്രകാരമുള്ള വാക്കുകളാണ്. സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞ പ്രസ്താവനകൾ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞ പ്രസ്താവന, ഗുജറാത്തിൽ കോൺഗ്രസ് തോൽക്കും, ഇവിടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു മത്സരമല്ല, ഇടതുപക്ഷവും തമ്മിലാണ് മത്സരം എന്നാണ് പറഞ്ഞത്. ഫൈസലിലേക്ക് വരാം. പറഞ്ഞു ഞാൻ കുണ്ട്രയിൽ നടത്തിയ പ്രസംഗം ഇതുവരെ പണം നീക്കിവെക്കാത്ത, ടെൻഡർ നടപടി പൂർത്തീകരിക്കാത്ത റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തുകൊണ്ട് MP പറയുകയാണ്, എനിക്ക് ഈ പദ്ധതി കൃത്യമായി നടപ്പിലാകുമെന്ന് ഉറപ്പുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ, നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായി ഇത് മോണിറ്റർ ചെയ്യും. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയും NDAയും തോക്കണമെന്നാണ്. അങ്ങനെ തോറ്റാൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു മോണിറ്ററിംഗ് നടക്കുന്നത്? ആ തരത്തിൽ ഇത്തരത്തിൽ എല്ലാ ഘട്ടത്തിലും കൃത്യമായ ഒരു രാഷ്ട്രീയ ക്രെഡിബിലിറ്റി ഉള്ളൊരു രാഷ്ട്രീയ നിലപാടില്ലാതെ NDAയ്ക്കും മോഡിക്കും അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കൊല്ലത്തിന്റെ വികസനം. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയും പിണറായി വിജയനുമായിട്ട് എന്തോ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ ഫലമാണ് ഈ സംസ്ഥാനത്ത് മാത്രമല്ല ഈ രാജ്യം മൊത്തം ഉടനടിക്കുന്നത്. മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തവരാണ്. പറ്റുമെങ്കിൽ പിണറായി വിജയനെയും മകളെയും ആട്ടാക്കണം. എന്റെ പ്രേമന്റെ വികസനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. പ്രിയപ്പെട്ട CPM പ്രതിനിധി ഷബീറിനോടാണ് ചോദിക്കാനുള്ളത്. താങ്കൾ ഇപ്പോൾ പറഞ്ഞു മുകേഷ് ഇവിടെ പരിപൂർണമായി വിജയിക്കുമെന്ന് പറഞ്ഞു. വിജയിക്കില്ല എന്ന് ഞങ്ങൾ പറയാനുള്ള ഒരു കാരണം പറഞ്ഞുതരാം. അദ്ദേഹം 2014 ഇവിടെ മത്സരിക്കുമ്പോൾ അന്ന് കേരളത്തിൻ്റെ ബഹുമാന്യനായ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം അന്ന് ഒരു പദം പറഞ്ഞു, പരനാറി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 40,000 വോട്ടുകൾക്ക് തോറ്റു. 2019 ബഹുമാന്യനായ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി, 2019 ബഹുമാന്യനായ പിണറായി വിജയൻ ഇവിടെ വന്ന് പറഞ്ഞു പ്രേമചന്ദ്രൻ സംഖ്യയാണെന്ന്. അപ്പോഴത്തത് 1,48,360. ഇപ്പോൾ വീണ്ടും എല്ലാ വീടുകളിലും കയറി പറയുന്നു അദ്ദേഹം BJP-യിൽ പോകുന്നു. പൂരോച്ചത്തറിയോ 2.5 ലക്ഷം. സാറേ, ഇത് ഇവര് ഈ പ്രേമേന്ദ്രൻ എന്തോ വികസനം ഉണ്ടാക്കിയെന്നാ ഈ പറയുന്നത്. ഇവര് ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കുന്നത് എന്തോ ന്യൂനപക്ഷങ്ങൾക്ക് ഇവര് ചെയ്ത് അത് NDA കൊല്ലത്തില്ല എന്താ ചെയ്തെന്ന് ഞാൻ പറയാം. 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന് BJP പ്രസിഡന്റ് ഗോപകുമാറിനോടാണ്. 2 കോടി ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന്, അതായത് ബാക്കിയെല്ലാം മാറ്റിവെയ്. ഇവരുടെ എല്ലാ സ്ഥിരമായിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഉള്ളതാ. വർഗീയത കൊണ്ടുവരിക, CA കൊണ്ടുവരിക, അയോധ്യ ക്ഷേത്രോദ്ഘാടനം ചെയ്യുക, അതെല്ലാം മാറ്റിവെയ്. ഇവരെ 2 കോടി ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റഴിച്ചു BJP. ഒന്ന്. രണ്ടാമത്, ഈ കേരളത്തിന് പുറത്ത് ഈ എന്റെ ചുറ്റും നിൽക്കുന്ന മൊത്തം ഇടതുപക്ഷ പ്രവർത്തകരാ. ഈ കേരളത്തിന് പുറത്ത് ഞങ്ങൾ ഇന്ത്യ മുന്നണിയായിട്ട് മത്സരിക്കുക. യെച്ചൂരി ഉൾപ്പെടെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന. അപ്പം അതിന് ഇവിടെ ഇങ്ങനെ നമ്മളിടന്ന് മത്സരിക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ ശത്രു എന്ന് പറഞ്ഞാൽ പൊതുശത്രു BJP തോപ്പിക്കുക എന്നുള്ളതാണ് 100%. BJP നേതാക്കന്മാരെ ഇടി വരാത്ത എന്ത്? ഇടി വരാത്ത എന്ത്? ഓക്കെ, എന്താണ്? ആര് മണ്ഡലത്തിൽ ജയിക്കും? ആരൊക്കെയാണ് സാധ്യത മണ്ഡലത്തിൽ? മുകേഷിനാണ് സാധ്യത. എന്തുകൊണ്ട്? എന്താ പറഞ്ഞോ? 1748 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് മുകേഷ് നടത്തിയത്. 1748 കോടിയോ? പറഞ്ഞോ. ആ പേപ്പർ വേണോ? പത്രത്തിലെ ഫ്ലെക്സ് MP മാത്രമല്ല ചെയ്യേണ്ട കാര്യം. നിങ്ങളെ വെല്ലുവിളിച്ചല്ലോ, പത്രസമ്മേളനം നടത്തി നിങ്ങളെ വെല്ലുവിളിച്ചിട്ടുണ്ട്. സ്വന്തം ചെലവിൽ കൊണ്ടുപോയി ചെയ്ത വികസനങ്ങൾ തൊട്ട് കാണിക്കാമെന്ന്. എന്താ ആരും വരാത്തെ? ആ വെല്ലുവിളി എന്താ ആരും ഏറ്റെടുക്കാത്തെ? വെല്ലുവിളി എന്താ ഏറ്റെടുക്കാത്ത? മുകേഷിന്റെ വികസനം കാണാൻ മുകേഷ് തൊട്ട് നോക്കാമെന്നാ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ പ്രേമേന്ദ്രൻ നടന്നു കാണിക്കാമെന്ന് പറഞ്ഞു. 2000 പ്രേമേന്ദ്ര ഈ തൊട്ട്
മുമ്പിൽ കാണുന്ന ബൈപ്പാസ് പൂർത്തീകരിച്ചത് പ്രേമേന്ദ്രനാ. ഗ്രീൻ ഹൈവേ കൊണ്ടുവന്നത് പ്രേമേന്ദ്രനാണ്. ഇവിടെയുള്ള പാർലമെന്റിൽ 2185 ചോദ്യങ്ങളാണ് പ്രേമേന്ദ്രൻ ചോദിച്ചത്. 855 സബ്മിഷൻ. ഒറ്റ ചോദ്യം, ഒരേ ഒരു ചോദ്യം CPM പ്രതിനിധിയോട്. 8 വർഷക്കാലമായി ഈ ചോദ്യം എല്ലാവരും ചോദിക്കുകയാണ്. 8 വർഷക്കാലമായി നിയമസഭയ്ക്കകത്ത് ഒരൊറ്റ സബ്മിഷൻ മുകേഷ് അവതരിപ്പിച്ചിട്ടുണ്ടോ? ഓക്കെ, LDF പ്രതിനിധിയോടാണ് ചോദ്യം. മുകേഷ് ഒരൊറ്റ സബ്മിഷൻ എങ്കിലും മുകേഷ് അവതരിപ്പിച്ചിട്ടുണ്ടോ നിയമസഭയിൽ? അത് നിയമസഭാ രേഖകൾ പരിശോധിച്ചാൽ കൃത്യമായി ഇടപെടലുകൾ മുകേഷ് നടത്തുന്നതിന്റെ കൃത്യമായ വിവരം നിങ്ങൾക്ക് കിട്ടും. കൃത്യമായി നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ CA നിലപാടിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നുള്ളത് വ്യക്തമാക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ 19 MP-മാര് ഇവിടുന്ന് പോയല്ലോ. ഈ 19 പട്ടിപറ്റാണൊക്കെ 19 പേര് ഇവിടുന്ന് പോയല്ലോ. 18 പേര് പോയല്ലോ. പറയട്ടെ, 18 പേര് പോയിട്ട് ഹിന്ദി അറിയാത്തത് കൊണ്ടാണോ ഇതിനെതിരെ ഇവർ അന്ന് സംസാരിക്കാതിരുന്നത്? CA വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ഇതുവരെ മനസ്സിലായില്ലേ? അവർ CAക്ക് എതിരാണ്. അവർ CAക്ക് എതിരെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ചോദ്യത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഈ ഹിന്ദി മുകേഷിനെ പറഞ്ഞല്ലോ ഹിന്ദി അറിയാത്തത് കൊണ്ടാണ് സംസാരിക്കുന്നത്. ഹിന്ദി അറിയുന്ന രാഹുൽ ഗാന്ധി പോലും അവിടെ മിണ്ടിയില്ല. ഈ ആര് പറഞ്ഞു രാഹുൽ ഗാന്ധി CAക്കെതിരെ മിണ്ടിയില്ലെന്ന്? അന്ന് CAക്കെതിരെ വോട്ടിട്ടല്ലോ. എന്താണ് പറഞ്ഞോ? ഈ പ്രേമചന്ദ്രൻ ഈ ഐത്തി നിവാസികളെ പറഞ്ഞു പഠിച്ച ഈ ബൈപ്പാസിന് കാര്യം ഇപ്പൊ കുട്ടിയെ പറഞ്ഞല്ലോ. 8 ഈ തൂണുകൾ എലിമിനേറ്റർ സ്ഥാപിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞു പഠിച്ചു. നേതാക്കൾ ഏതെങ്കിലും നിങ്ങളുടെ കോൺഗ്രസ് ഐത്തിൽ അൻവർ പറഞ്ഞ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവിടെ പന്തലുണ്ട്. ഈ കുരുക്ഷേത്ര പരിപാടി നടക്കുന്നിടത്ത് തൊട്ടരികിൽ ഒരു പന്തലുണ്ടായിരുന്നു. എലിമിനേറ്റർ സ്ഥാപിക്കാൻ 18 തൂണുകളുടെ എലിമിനേറ്റർ താമസിക്കുന്നത് 8.25 കോടി അത് അനുവദിച്ചാൽ വേണ്ടി കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇവിടെ പ്രതിഷേധം നടത്തി പറ്റിച്ചത് വേണ്ടി. അതായത് നമ്മുടെ ഈ നിൽക്കുന്ന ഇവിടെ ഈ കുരുക്ഷേത്രം നടക്കുന്നിടത്തൊരു സമരപന്തൽ ഉണ്ടായിരുന്നു. ഈ പാലവുമായി ബന്ധപ്പെട്ട് ശിവാലയ കമ്പനിയിൽ നിന്നും ഇവിടെ വന്ന് വലിയ വാദോരാതൊരു വാക്കുകൾ പറഞ്ഞ പ്രേമചന്ദ്രൻ ശിവാലയ കമ്പനിയിൽ നിന്നും കമ്മീഷൻ വാങ്ങി ഇവിടുത്തെ ജനങ്ങളെ പറ്റിച്ചു പോയ അതിന്റെ തെളിവുള്ളാണെങ്കിലുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു കമ്മീഷൻ ഇവിടെ പന്തൽ പൊളിച്ച് കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ നിവാസികള് വളരെ വിശ്വാസത്തോടുകൂടി കണ്ടതാ. ആ പ്രേമൻ 2 ദിവസം മുമ്പ് ഇവിടെ പ്രചരണം ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാതെ ആള് മനക്കമില്ലാതെ പോകേണ്ട സ്ഥിതി ഉണ്ടായി. ആ വ്യക്തി ഈ 2014 LDF-നെയും അവരുടെ സ്വന്തം പാർട്ടിയായ RSPയും വഞ്ചിച്ച് അവർ ഈ യൂദാസിന്റെ പണി ചെയ്ത് വന്നതാ. ഈ 2024 പ്രേമേന്ദ്രൻ തെരഞ്ഞെടുത്തു. ഒരു അബദ്ധം പറ്റി. 2 തവണ അബദ്ധം പറ്റിയത് ഈ അബദ്ധം തീർച്ചയായിട്ടും തിരുത്തും. ഈ അബദ്ധങ്ങൾ തിരുത്തി ഈ ചവറ്റുകൊട്ടയിലേക്ക് ഈ പ്രേമചന്ദ്രനെ വലിച്ചെറിയും ഇവിടുത്തെ വോട്ടർമാരെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കൊല്ലം നഗരത്തിലെ ചർച്ചയ്ക്ക് ചൂടേറുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. കൊല്ലത്തെ വോട്ടർമാർക്ക് പറയാൻ ഒരുപാട് സമയം വേണ്ടിവരും. നമുക്ക് കേൾക്കാം. ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ്. കൊല്ലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായ കാര്യം ഇവിടുത്തെ ഭൂമിശാസ്ത്ര സൗന്ദര്യമാണ്. അങ്ങ് കായല്, കടല്, കാട്, ഇത് 3ഉം ഒരേ സ്ഥലത്ത് കാണാൻ പറ്റുന്ന ഒരു ജില്ല എന്ന പ്രത്യേകത കൂടി ഈ കൊല്ലത്തിനുണ്ട്. ആ കൊല്ലത്തിന്റെ സൗന്ദര്യം രാഷ്ട്രീയമായി എന്താണ് മാറുക എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആര് പോകും പാർലമെന്റിലേക്ക്? എന്താ സാധ്യത? NDA കൃഷ്ണകുമാർ പോകും. ബൈപ്പാസിന് ചുറ്റി അതിന്റെ പ്രതിനിധിത്വം ഏറ്റെടുക്കുന്ന LDF-ഉം UDF-ഉം. യഥാർത്ഥത്തിൽ വാജ്പേയി സർക്കാർ വന്നപ്പോഴാണ് മേവറം മുതൽ കല്ലന്താഴം വരെയുള്ള പണി നടന്നത്. ഇപ്പൊ വീണ്ടും കേന്ദ്രത്തില് BJP സർക്കാർ വന്നതിന് ശേഷം BJP സർക്കാർ വന്നതിന് ശേഷമാണ് ബാക്കി പണി തീർത്തത്. അപ്പൊ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ LDF-ഉം BDF-ഉം BJP-യും ബാക്കി എല്ലാ സംസ്ഥാനത്തും ദേശീയപാത വികസനത്തിന് പൈസ സംസ്ഥാന സർക്കാർ കൊടുക്കണ്ട. പക്ഷെ കേരളത്തിൽ മാത്രം 6,500 കോടി രൂപ കൊടുക്കേണ്ടി വന്നു. അതെന്താ കാര്യം? അവര് 1 രൂപ പോലും കൊടുത്തിട്ടില്ല. കേരളം കൊടുക്കേണ്ടി വന്നു. അതെന്ന് വെച്ചാൽ ഇവിടുത്തെ വികസനം, ഇന്ത്യയുടെ വികസനം കേരളത്തിന് മാത്രം എന്തുകൊണ്ട് 6,500 കൊടുക്കേണ്ടി വന്നു? ഇവിടുത്തെ ഗവൺമെന്റ് 1 രൂപ കൊടുക്കുന്നില്ല. പാപ്പരാന്ന് പറയുന്നത്. പിന്നെ അതിലുപരി ഇവിടെ വയനാടില് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു,
LDF സ്ഥാനാർത്ഥിയായിട്ട് ആര്യരാജ മത്സരിക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി തോറ്റുപോയാൽ അവരുടെ പ്രധാനമന്ത്രി ആരാണ്? അതാണ് ഞാൻ ചോദിച്ചത്. ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ് പ്രേമൻ. BJPക്ക് വേണ്ടി മത്സരിക്കുകയാണ് ഇപ്പോ. അങ്ങനെയാണെങ്കിൽ എല്ലാവരെ കുറിച്ച് അങ്ങനെ പറയട്ടെ. നിങ്ങൾ ഈ പരിപാടി നടത്തുന്നത് ഒരു കശുവണ്ടി ഫാക്ടറിയുടെ താഴെ നിന്ന പരിപാടി നടത്തുന്നത് നിങ്ങൾ നോക്കണം. 3 ലക്ഷം സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്ത ഈ മേഖല ഇവിടുത്തെ പരമ്പരാഗത വ്യവസായം. ഈ പരമ്പരാഗത വ്യവസായം തകരാനുള്ള പ്രധാന കാരണം ഇവിടുത്തെ MP ഇവിടുത്തെ പഴയ MP പാർലമെന്റിൽ പോയി നികുതി ഏർപ്പെടുത്തി 5 വ്യവസായികൾ കശുവണ്ടി വ്യവസായികൾ ആത്മഹത്യ ചെയ്ത് ഈ 3 ലക്ഷം തൊഴിലാളികളും അവരുടെ കുടുംബവും ഈ ആത്മഹത്യ ചെയ്തവരും അവരുടെ കണക്ക് പറയാതെ ജനാധിപത്യ മുന്നണി പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ ഞങ്ങൾ ഏറ്റെടുക്കും, 200 ദിവസം തൊഴിൽ കൊടുക്കും എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞ് വോട്ട് ചോദിച്ച് അധികാരത്തിൽ വന്ന് തൊട്ടടുത്ത് ഈ തൊഴിലാളികളും അവരുടെ കുടുംബത്തിനും കണക്ക് പറയാതെ അയാളെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരില്ല. പറഞ്ഞോ. ഹലോ, എനിക്ക് എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് നമ്മളെ കുളപ്പട ഫൈസൽ. ബഹളമൊന്നും വേണ്ട, കാര്യമായിട്ട് ചോദിക്കുകയാണ്. എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് കൂടിയാണ്. MK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന MP വർഷങ്ങളായിട്ട് നമ്മളെ കൊല്ലത്തിനെ പ്രതിനിധീകരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പല പാർട്ടിയിൽ നിന്നും പല പാർട്ടിയിലോട്ട് മാറി വന്ന RSP തന്നെയായിരുന്നു അദ്ദേഹം. നമ്മട്ടിയും മങ്കോരിയും എന്ന് പറയുന്ന RSPയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. അദ്ദേഹം വന്നു. ഞാൻ ചോദിക്കുകയാണ്, ഒരു മിനിറ്റ്. അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞു BJPയും RSSും ബജറംഗദളും തമ്മിൽ യാതൊരു വിധമായ ബന്ധവുമില്ല എന്നൊരു പരാമർശം അദ്ദേഹം ചാനൽ ചർച്ചയിലൂടെ അതിനെ പറ്റി ഫൈസലിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് ചോദിക്കാനുള്ളത് UDFന്റെ പ്രതിനിധിയോടാണ്. നമ്മുടെ കൊല്ലത്തിന്റെ അഭിമാനമായിരുന്നു നമ്മുടെ പാർവതി മിൽ എന്ന് പറയുന്ന സ്ഥാപനം. നമ്മൾ അതിന്റെ അലാറം കേട്ടുകൊണ്ടാണ് ഒരു കാലത്ത് കൊടുത്തത്. MP ഒരു വാഗ്ദാനം നൽകിയായിരുന്നു 10 വർഷത്തിന് മുമ്പ്. നമ്മുടെ പാർവതി മില്ല് നാനോ ടെക്നോളജി വ്യവസായം കൊണ്ടുവന്ന് അവിടുത്തെ പരിഹരിക്കുന്നു. 10 വർഷമായിട്ട് ഇപ്പോഴും അദ്ദേഹം പറയുന്നത് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയെന്നാണ്. ഒരു ചോദ്യം കൂടി, ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന NK പ്രേമചന്ദ്രന്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പാ. ഇനി ജയിക്കത്തില്ല. കാര്യം ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കത്തില്ല. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് കാത്തു നിൽക്കുകയാണ് വോട്ട് ചെയ്യാൻ വേണ്ടി. NK പ്രേമചന്ദ്രൻ മതേതരത്വം സംരക്ഷിക്കുന്നതിനുള്ള കുറവ് വിജയിക്കത്തില്ല. മതേതരത്വം സംരക്ഷിക്കാൻ NK പ്രേമചന്ദ്രൻ എന്താ കുഴപ്പം? അത് ഓരോ മുന്നണിയിലും മാറി മാറി നിൽക്കുന്ന വ്യക്തിയാണ്. ഓരോ മുന്നണിയിലും മാറി നിൽക്കുന്ന കേവലം സീറ്റിന് വേണ്ടിയാണ് LDF മാറിപ്പോയത്. നമ്മുടെ ഇപ്പം അരുൺചേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞാല് കൊല്ലം ഭയങ്കര സെറ്റപ്പ്, കായലും കടലും എല്ലാം ഉണ്ട്. അതെ, പക്ഷേ വർഷങ്ങളായിട്ട് കൊല്ലത്തിന്റെ MLA CPM ഈ കൊല്ലത്ത് KSRTC വന്നിറങ്ങിയാലേ നല്ലൊരൊന്ന് മൂത്രം ഒഴിക്കാനകത്ത് വരുന്നില്ല. അത്രയ്ക്ക് അസൗകര്യ. അതിന് രണ്ടാമത്തെ കാര്യം, മുകേഷ് പാലം നിപ്പുണ്ട് കൊല്ലം കായലിലോട്ട് നോക്കിയിട്ട്. അപ്പൊ ഇപ്പൊ CPM പറയുന്നത് ഞാൻ എന്താ അറിയോ, അത് ഞങ്ങൾക്ക് പ്ലെയിൻ പറത്താനാന്നാ പറയുന്നത്. ആ രീതിയിലുള്ള ന്യായീകരണമായിട്ടാണ് ഇവർ ഇറങ്ങിയത്. KSRTCയുടെ കാര്യത്തിൽ MP ഇടപെട്ടൂടെ? KSRTC എന്ന് പറയുന്നത് കേരള ഗവൺമെന്റ് അണ്ടറിലുള്ള ഒരു പൊതുമേഖലാ ആയിക്കോട്ടെ. ഇപ്പൊ ഒരു സ്ഥാപനമാണ്. 17 കോടി രൂപ ഫണ്ടുള്ള MPക്ക് ഈ KSRTCയുടെ മുഖമായ റെയിൽവേ എയർപോർട്ടിന്റെ അത്രയും വികസനം വരാൻ പോവാണ്. 17 കോടിയുള്ള MPയുടെ ഒരു 10 ലക്ഷം കൊടുത്ത ടോയ്ലറ്റ് വരുമല്ലോ. ടോയ്ലറ്റ് മാത്രമല്ല, ആ KSRTC കെട്ടതിന്റെ അവസ്ഥ എന്താ? മുകേഷ് തന്നെ വിഷമത്തോടെ പോസ്റ്റ് ഇട്ടില്ലേ CPMന്റെ നേതൃത്വം. പറഞ്ഞോ. എനിക്ക് ചോദിക്കാനുള്ളത്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും നിലവിൽ വർഗീയ പാർട്ടിയെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പുറമെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നിലവിൽ അഴിമതി ആരോപിക്കുന്ന BJP ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടികൾ അഴിമതി നടത്തിയിട്ട് ഇന്ത്യയെ വിറ്റ് തുലച്ചിട്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി നടത്തിയിട്ട് നിലവിൽ BJPക്ക് എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മുടെ BJP പ്രതിനിധി ഗോപകുമാറാണ് കൂടെ. ഇവിടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് 2011 ആണോ ഇല്ലല്ലോ ബോണ്ട് വാങ്ങിച്ച് 1800 ബോണ്ട് വാങ്ങിച്ചിട്ട് ഈ കോൺഗ്രസ്സുകാർക്ക്
ഒരു ഉളുപ്പുണ്ടെങ്കിൽ എങ്ങനെ ഒന്നിന് ഫൈസലിന്റെ last question. 1750 കോടി രൂപയുടെ ആദ്യമായിട്ട് സൗജന്യ റേഷൻ ആദ്യമായി കൊടുത്തത്. അതുപോലെ തന്നെ നമുക്ക് CPM-ന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത് 2000-ലാണ് ഇവിടെ കോർപ്പറേഷൻ ഉണ്ടായത്. നമ്മുടെ കോർപ്പറേഷൻ, കൊല്ലം കോർപ്പറേഷൻ, അതിനോടനുബന്ധമായി തൃശ്ശൂർ കോർപ്പറേഷൻ ഉണ്ടായി. തൃശ്ശൂർ എന്ത് വികസനമാണ് നടക്കുന്നത്? കൊല്ലത്ത് എന്ത് വികസനമുണ്ട്? ഒരു ലൈറ്റ് പോലും ഇല്ല, ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. അത്രയും വികസനമില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ സൗജന്യ റേഷൻ കേരളത്തിൽ ആദ്യം കൊടുത്തത് ശ്രീമാൻ ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഉമ്മൻചാണ്ടി സർക്കാരാണ് ആദ്യം ശ്രീധരൻ കൊടുത്തത്. അതാണ് പിന്നീടാണ് അന്ത്യോദയ സർക്കാർ, അന്ത്യോദയ രീതിയിൽ ഇവിടെ ശരി. അപ്പൊ ചോദ്യങ്ങൾ അവിടെ നിന്ന് മറുപടി ഇവിടെ നിന്ന് തുടങ്ങണം. മറുപടിയെ സംബന്ധിച്ച് ഇവിടെ ഒന്ന് ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം, അല്ല KSRTC അടക്കമുണ്ട്, KSRTC അടക്കം വികസനത്തെ കുറിച്ച്, ആത്മഹത്യാ പാലമുണ്ട്, അതുകൊണ്ട് അതെ വികസനത്തെ കുറിച്ച് പറയാനാണ് ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് വെക്കുന്ന വികസനത്തിന്റെ അടിസ്ഥാനമായ ഒരു ചർച്ച, ഒരു സംവാദം കൊല്ലത്ത് നടക്കണം. ആ വികസന അടിസ്ഥാനത്തിലുള്ള ഒരു ചർച്ചയെ UDF ഭയപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് ചർച്ച പോയാൽ അതിനെ തടസ്സപ്പെടുത്താൻ ഇവിടെ നിൽക്കുന്ന UDF-കാരും UDF-ന്റെ പ്രതിനിധിയെ ശ്രമിക്കും. എന്തുകൊണ്ടാണ് ഇത് ഉറപ്പിച്ചു പറയുന്നത്? ഈ കൊല്ലത്ത് LDF-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു 1748 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തി. നിങ്ങൾ വാ, നമുക്ക് പരിശോധിക്കാം. അതിനുശേഷം ഒരു മാസം കാത്തിരുന്നുകൊണ്ട് പ്രേമചന്ദ്രൻ ഒരു വികസന രേഖ തയ്യാറാക്കി. അപ്പോൾ LDF-ന്റെ പാർലമെന്റ് ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ വെല്ലുവിളിച്ചു, ഇതുമായി ബന്ധപ്പെട്ട് പരസ്യ സംവാദത്തിന് സ്ഥാനാർത്ഥി വരണ്ട, UDF-നെ പ്രതിനിധീകരിച്ച് ആരെങ്കിലും ഒരാള് വരാൻ പറഞ്ഞു. ഇന്നേ വരെ കൊല്ലം പ്രസ് ക്ലബിൽ വിളിച്ച പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഇതേപോലെ ഏതെങ്കിലും കവലയിൽ വന്നു നിന്ന് ചില ആൾക്കാരൊക്കെ ഇവിടുത്തെ ചോട്ടാ നേതാക്കന്മാരൊക്കെ ചിലപ്പോൾ പറയും. അതിനപ്പുറത്തേക്ക് ക്രെഡിബിലിറ്റി ഉള്ള ഒരു നേതാവ് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ മുകേഷിന്റെ 1748 കോടി രൂപയിൽ ഈ ആത്മഹത്യാ പാലം ഉണ്ടോ? ലിങ്ക് റോഡിന്റെ 4ാം ഘട്ട വികസനം പൂർത്തീകരിക്കുന്നതോടുകൂടി ആ പ്രശ്നമെല്ലാം തീരും. ലിങ്ക് റോഡ് എന്ന് പറയുന്നത് ചെമ്മാമുക്കിൽ നിന്ന് ആരംഭിക്കുന്ന കൊല്ലം പട്ടണത്തിലെ ട്രാഫിക് ബ്ലോക്കുകളെല്ലാം പരിഹരിക്കുന്ന ഒരു വലിയ പദ്ധതിയാ. അത് 1ാം ഘട്ടവും 2ാം ഘട്ടവും 3ാം ഘട്ടവും പൂർത്തീകരിച്ചിട്ടുണ്ട്. 4ാം ഘട്ടം പൂർത്തീകരിക്കുന്നതോടുകൂടി ഇത് സഞ്ചാരയോഗ്യമായി കൊല്ലം പട്ടണത്തിലെ ട്രാഫിക് ബ്ലോക്കിനെ പൂർണ്ണമായി ഒഴിവാക്കുന്ന ഒരു കാര്യം സൂചിപ്പിക്കാറുണ്ട്. KSRTC-യുടെ വികസനത്തെ സംബന്ധിച്ച് പറഞ്ഞു, ഇവർക്ക് പറയാൻ നാണമില്ലേ? അത് സംബന്ധിച്ച് ടെൻഡർ ചെയ്ത് എല്ലാത്തരം അനുമതി തന്ന് പണി തുടങ്ങാനുള്ള കരാറിലെത്തിയ പദ്ധതിയെ കുറിച്ചാണ് ഇവർ പറയുന്നത്. കൊല്ലത്തെ KSRTC നവീകരണം 2016-ൽ 1 കോടി രൂപ 2016-ൽ തുടങ്ങിയതാ. 8 വർഷം. 8 വർഷം. 1 കോടി രൂപ. അടിസ്ഥാനരഹിതമായ കാര്യം പറയരുത്. അടിസ്ഥാനരഹിതമായ കാര്യമാണ് ഗോകുമാർ പോയിട്ടൊന്ന് വരണം. ഗോപകുമാർ നോക്കൂ, ഈ മണ്ഡലത്തിൽ ജനക്ഷേമ വികസനത്തെ മുൻനിർത്തിക്കൊണ്ട് സർക്കാർ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കെതിരെയാണ് ഇരു മുന്നണികളും ആഞ്ഞടിക്കുന്നത്, സംശയമൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ മണ്ഡലത്തിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ ഇവരിൽ ആരെങ്കിലും ഒരാളല്ലേ പോകേണ്ടത് എന്ന ചോദ്യമല്ലേ വോട്ടർമാർ ചോദിക്കുക? ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്തിലെ എല്ലാ ആൾക്കാരുടെയും അവകാശമാണ് സംരക്ഷിക്കപ്പെടുന്നത്. അതിനകത്ത് ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമൊന്നും ഇല്ല. അത് നിങ്ങളുണ്ടാക്കുന്ന വേർതിരിവാ. ഞങ്ങള് ഭാരതത്തിലെ മുൻകാല തെരഞ്ഞെടുപ്പ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ BJP-യുടെ ജനപ്രതിനിധിയാണ് ജയിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഒരു BJP മുസ്ലിം എംപിയുടെ പേര് പറയാമോ? ഇന്ത്യയിലെ ഒരു BJP മുസ്ലിം എംപിയുടെ പേര്? ഒരു BJP എംപിയുടെ പേര്, ഒരു BJP എംപി മുസ്ലിം ഒരാൾ. നിങ്ങൾ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും നയം തന്നെയാണ് ഞങ്ങൾ അതുമായി. പിന്നെ എങ്ങനെ നിങ്ങളുടെ MP ലിസ്റ്റിൽ നിന്ന് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഇല്ലാതെ പോയി? ഇവർ തമ്മിലുള്ള തർക്കം എന്താ? MP അഴിമതിക്കാരാണെന്ന് ഒരു ഭാഗത്ത്, MLA അഴിമതിക്കാരനാണെന്ന് ഒരു ഭാഗത്ത്, വികസനം നടക്കുന്നില്ല, കൊല്ലത്തിന്റെ വികസന കാര്യങ്ങളിൽ MP-ക്ക് പങ്കില്ല എന്ന് ഒരു ഭാഗത്ത്. ഈ തർക്കം ഇവർ രണ്ടും ദേശീയ അടിസ്ഥാനത്തിൽ എന്താ? ഇവർ രണ്ടും ഒരാളാ. ഇവിടെ ഇവർ രണ്ടിന്റെയും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ തന്നെയാണ് പ്രശ്നം. MP-യും MLA-യും ഈ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ 96-ൽ മുതൽ MP പ്രേമചന്ദ്രൻ
96 മുതൽ എം പിയാ, രാജ്യസഭ എം പി ആയിരുന്നിട്ടുണ്ട്. കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ വികസനം 2014-24 കാലഘട്ടം എന്താ ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകള് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ നിശ്ചിതമായ മാനദണ്ഡങ്ങൾ വെച്ചു. 500 അരുൺകുമാർ അടക്കം ഏകപക്ഷീയമായി ജനങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്ന കാര്യം ഒറ്റ കാര്യം, പ്രേമേന്ദ്രൻ ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, പ്രേമേന്ദ്രൻ 96 മുതൽ എം പിയാ, 2014 വരെയുള്ള കാലഘട്ടം. അതിനിടയ്ക്ക് അദ്ദേഹം MLA ആയിട്ടുണ്ട്, ഒരിക്കൽ തോറ്റിട്ട് ചവറയിൽ തോറ്റു, ഒക്കെ ശരി. 2014 മുമ്പ് രാജ്യസഭ എം പി അടക്കമുള്ള കാലഘട്ടത്തില് പ്രേമേന്ദ്രൻ കൊല്ലം ലോകസഭാ മണ്ഡലത്തിൽ ചേർന്ന വികസന പ്രവർത്തനം എന്ത്? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈപ്പാസിന്റെ കാര്യം തന്നെ പറയാം. 40 വർഷം മുമ്പ് കൃഷ്ണകുമാർ എം പി ആയിരിക്കുന്ന സമയത്താണ് ബൈപ്പാസ് തുടങ്ങുന്നത്. കോൺഗ്രസ് 40 വർഷം മുമ്പ് പൂർത്തീകരിക്കാൻ ആര് വേണ്ടി വന്നു? ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് സമയബന്ധിതമായി പൂർത്തീകരിച്ചു. അങ്ങ് ഉൾപ്പെടെ ചില പാലത്തിന്റെ കാര്യം പറഞ്ഞു, 6 വർഷമായി നടപ്പിലാക്കുന്നില്ല. പക്ഷേ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ 532 കോടി രൂപ പ്രേമേന്ദ്രൻ ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞിട്ടാണോ റെയിൽവേ സ്റ്റേഷൻ വന്നേ? നിശ്ചിതമായ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. 2 വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിന്റെ പകുതി ഭാഗം പണി പൂർത്തീകരിച്ചു. ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് നടപ്പിലാക്കപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ അത് നാഷണൽ ഹൈവേയുടെ കാര്യമാവട്ടെ. മറ്റൊരു കാര്യം ചോദിച്ചു, കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ വികസനത്തിന് 560 കോടി രൂപ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും മാത്രമാണ് ഇത്തരത്തിൽ സ്ഥലമേറ്റെടുക്കുന്നതിന് 5600 കോടി രൂപ കൊടുത്തിട്ടില്ല. ഒരൊറ്റ സംസ്ഥാനം മറ്റൊന്നും കൊടുത്തിട്ടില്ല. ഇതൊന്നും അരുൺകുമാറെ ഇവിടെ രേഖകളുണ്ട്. പാർലമെന്റിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞ പാർലമെന്റിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞ പാർലമെന്റ് രേഖയുണ്ട്. പാർലമെന്റ് രേഖയുണ്ട്. കേരളം 5680 കോടി രൂപ നൽകി എന്നതിനെ സംബന്ധിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നിങ്ങളുടെ നേതാവ് പറഞ്ഞ പാർലമെന്റ് രേഖയുണ്ട്. മുകേഷും പിണറായി ഗോപകുമാർ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ വസ്തുതാവിരുദ്ധമായി സംസാരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞ പാർലമെന്റ് രേഖയുണ്ട്. ഈ കേരളമാണ് 5680 ഫൈസലിന്റെ മറുപടി കൂടി കേട്ടിട്ട് വരാം. ആരോപണങ്ങളുടെ മറുപടി കൃത്യമായിട്ട് മറുപടി പറയുവാനുള്ള അവസരം തരണം. അരുൺകുമാർ ഇപ്പം കൊല്ലം ജില്ലയിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഇദ്ദേഹം മുകേഷിന്റെ മുന്നിലേക്ക് ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. മുകേഷുമായി ബന്ധപ്പെട്ട് പ്രേമചന്ദ്രൻ സംവാദത്തിന് വിളിച്ചു. മുകേഷ് എന്താണ് മറുപടി പറഞ്ഞത്? മുകേഷ് പറഞ്ഞു, ഞാൻ മറന്നു പോകും അവിടെ ചെന്ന് കഴിഞ്ഞാൽ സംസാരിക്കാൻ എന്നുള്ള കാര്യമാണ് മുകേഷ് പറഞ്ഞത്. രണ്ടാമത് അരുൺകുമാർ ചോദിച്ചു, എം പി എന്നുള്ള നിലയിൽ ഒരു എം പി എന്നുള്ള നിലയിൽ ഇവിടെ അരുൺകുമാർ പോയി ചോദിച്ചു, സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, പാർലമെന്റിൽ പോയ എന്താണ് ആയിരിക്കും എന്നുള്ളത്. അന്നേരം പറഞ്ഞ് അതിനല്ലയോ എന്റെ ആക്ടിംഗ് എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് കശുവണ്ടി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് കശുവണ്ടി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് തന്നിൽ ഉള്ള ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് അണ്ടി തല്ലുമ്പോഴുള്ള പ്രശ്നം എങ്ങനെ ആക്ടിൽ ഈ പറയുന്ന മുകേഷ് അവതരിപ്പിക്കും? അങ്ങനെ ആക്ടിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ മന്ത്രിയുടെ കൈ അടിച്ചൊടിക്കേണ്ട സ്ഥിതി വരും. പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാടേണ്ടി വരും. ഇപ്പോൾ ഇവര് വികസനം നടത്തി, മുകേഷ് നടത്തിയ വികസനം
അതുപോലെ തന്നെ BJP നടത്തിയിട്ടുള്ള വികസനം എന്ന് പറയുന്നത് ഈ രണ്ട് വികസനങ്ങളും നന്ദനം എന്ന് പറയുന്ന സിനിമയിൽ നവ്യ നായർ ഞാൻ മാത്രമേ കണ്ടോളൂ എന്നുള്ള നിലയിലാണ് ഈ KSRTC ബസ്സുമായി ബന്ധപ്പെട്ട് ഞാൻ അതാ പറയുന്നത്. പ്രേമചന്ദ്രൻ എന്നുള്ള പാർലമെന്റ് അംഗം, ഒരു പാർലമെന്റ് അംഗത്തെ ഏത് രീതിയിലാണ് നമ്മൾ വിലയിരുത്തുന്നത്? പ്രധാനമായും 3 അടിസ്ഥാനങ്ങളിൽ നമുക്ക് പാർലമെന്റ് അംഗത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയും. വികസനപരമായിട്ട് MP എന്നുള്ള നിലയിൽ ഒരു പാർലമെന്റ് അംഗം എന്ത് ചെയ്തു? രണ്ടാമതായിട്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഒരു കാര്യം ഈ അവസരത്തിൽ പറയുന്നു, ഒരു കാരണവശാലും പ്രേമചന്ദ്രനെ രാത്രി വിളിച്ചു കഴിഞ്ഞാൽ ചീത്ത കേൾക്കുന്ന സ്ഥിതി ഉണ്ടാവത്തില്ല. പക്ഷെ മുകേഷിനെ രാത്രി വിളിച്ചാലുള്ള സ്ഥിതി നമുക്ക് കേട്ട് പരിചയമുണ്ട്. മൂന്നാമതായിട്ടുള്ള കാര്യം, പാർലമെന്റിൽ എങ്ങനെ ഒരു MP ആ MP എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം ഇതുമായി ബന്ധപ്പെട്ട് പറയാം. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി കൂടിയായിരുന്നു. ഒരു ദിവസം രാത്രി ഡൽഹിയിൽ പോയി 2:20 വെളുപ്പിന് 2:20 MP-യുടെ വീട്ടിലേക്ക് കടന്നിരുന്നത്. അപ്പോഴും ഉറക്കമൊഴിച്ചിരുന്നു. പാർലമെന്റിലെ കാര്യങ്ങൾ 4200 തവണ പാർലമെന്റിൽ സംസാരിച്ചെന്ന് പറയുമ്പോൾ ചില്ലറക്കാരനായിട്ടാണോ? കശുവണ്ടി തൊഴിലാളികളുടെ വിഷയം 100-ലധികം ഹാജരുണ്ടെങ്കിൽ മാത്രമേ ESI ആനുകൂല്യം നടക്കൂ എന്നുള്ളൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ പ്രേമചന്ദ്രൻ സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് 50-60 ഹാജർ കഴിഞ്ഞു കഴിഞ്ഞാൽ മുകേഷ് നടത്തിയ ഇടവേളയ്ക്ക് ശേഷം വരും. പക്ഷേ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഭാഷയുടെ കാര്യത്തിൽ മുകേഷിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുമെന്ന് നിങ്ങൾ ഭയക്കേണ്ട. കാരണം അതിനുള്ള സാങ്കേതിക വിദ്യ പാർലമെന്റിലുണ്ട്. അങ്ങോട്ട് തന്നെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. കൊല്ലത്തെ രാഷ്ട്രീയ ചൂടളക്കാൻ പറ്റിയ തെർമോമീറ്റർ ഒന്നും അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. അത്ര ആവേശത്തിലാണ് കൊല്ലത്തെ വോട്ടർമാർ. നമുക്ക് പ്രതികരണങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ചുരുക്കി പറയണം. ഹലോ, എനിക്ക് പറയാനുള്ളത് UDF-ന്റെ പ്രതിനിധിയോടാണ്. പിന്നെ ഈ രാജ്യസഭയിൽ നിന്നുള്ള ഒരു MP ആണ് ശ്രീമാൻ വേണുഗോപാൽ. ഇനിയും 3 വർഷത്തോളം ബാക്കിയിരിക്കെ, ആയിക്കോട്ടെ 1 വർഷം ആയിക്കോട്ടെ, ഇനി ബാക്കിയിരിക്കെ ഇനി അവിടെ ഒരു രാജ്യസഭാ അംഗത്തെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസിന് ശക്തിയില്ലാതിരിക്കെ ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം നിങ്ങൾ ഒരു BJP-യെ ജയിപ്പിക്കുവാനുള്ള അവസരമല്ലേ ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ BJP-ക്കെതിരെയുള്ള കപട നാടകമല്ലേ ഈ പോരാട്ടം എന്നാണ്. ഞാൻ എന്റെ ഒറ്റ ചോദ്യമുള്ളൂ. BJP-യുടെ പ്രതിനിധിയെടുത്തും ഈ UDF-ന്റെ പ്രതിനിധിയെടുത്തും ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യമുള്ളൂ. പ്രേമചന്ദ്രൻ ഈ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് കൊല്ലം മണ്ഡലത്തിൽ എന്താണ് വികസനം ഉണ്ടാക്കിയത്? അതായത് നമ്മുടെ UDF-ന്റെ പ്രതിനിധി പറഞ്ഞ് ഒന്ന് ശ്രദ്ധിക്കണേ. UDF-ന്റെ പ്രതിനിധി പറഞ്ഞ് മുകേഷ് അഭിനയമാണെന്ന് പറഞ്ഞ് അവരുടെ ദേശീയ നേതാവ് വയനാട്ടിൽ വന്നപ്പോ പച്ച മാറ്റി, മലപ്പുറത്ത് വന്നപ്പോ തൊപ്പി ഇട്ട് അങ്ങ് ഗുജറാത്തിൽ ചെന്നപ്പോഴത്തേക്ക് സ്വാമിയായി. അയാൾ അഭിനയിക്കുകയാണോ? ഇനി രാഹുൽ ഗാന്ധിയാണ് യഥാർത്ഥത്തിൽ അഭിനയിക്കുന്നതെന്നാണ്. ആണോ? അങ്ങനെയാണോ? എന്താ മണ്ഡലത്തിൽ കൂടുതലായിട്ടൊന്നും ചോദിക്കില്ല. ഇവിടുത്തെ ESI ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് MP എന്ന നിലയിൽ എന്ത് വികസനമാണ് ആ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് ഒരു സ്കാൻ സെന്റർ പോലും ആ ഹോസ്പിറ്റലിലേക്ക് ഇല്ല. കശുവണ്ടി മേഖല തുലച്ചത് പ്രേമേന്ദ്രനാണ്. കാര്യം 9% ടാക്സ് ഏർപ്പെടുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിച്ചത്. ഞാനൊരു യുവാവാണ്. നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം വളരെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ BJP സർക്കാർ ഭരിക്കുന്നത് മൂലം. അപ്പം ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് വളരെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണ്. ഇവര് വളരെ റിഗ്രസീവ് ആയിട്ട് ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് BJP. അപ്പം ഈ കോൺഗ്രസ് പ്രതിനിധിയോടാണ് എന്റെ ചോദ്യം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയൊക്കെ ആയിരുന്നു. അപ്പൊ ഇവര് പറയുന്നത് ഇവരുടെ ഇടതിന് കൃത്യമായിട്ടൊരു രാഷ്ട്രീയ അടിത്തറയുണ്ട്. പക്ഷെ ഇവര് പറയുന്നത് ഇവരുടെ അടിത്തറ ഭരണഘടനയാണെന്ന്. എക്സ്പ്ലിസിറ്റ് ആയിട്ട് ചോദിക്കുക. എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഭരണഘടനയുടെ ആമുഖത്തിൽ 5 ഫീച്ചേഴ്സ് ആണ് നമ്മുടെ സ്റ്റേറ്റിനെ പറ്റി പറയുന്നത്. 5 ഫീച്ചേഴ്സ് ഒന്ന് പറയാമോ? ചോദ്യോത്തര മത്സരമൊന്നും അല്ലല്ലോ സാറേ. പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. 2 കോടി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ BJP അധികാരത്തിലേറിയത്. ഇവര് എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു? പെട്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനെ പ്രേമേന്ദ്രൻ സൽക്കാരത്തിന് പോയതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ പോകില്ല. കാരണം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം, സുരേഷ് ഗോപി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് നരേന്ദ്രമോദി വരുന്നത് കൊണ്ട് ആ വേദി പങ്കിടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പോകാത്തത്. പ്രേമചന്ദ്രൻ പോയത് ശരിയായില്ല എന്നാണ് പറഞ്ഞത്. അപ്പം യുവ നേതാവും കൂടിയായ ഫൈസൽ കുളപ്പാടത്തിന്റെ അഭിപ്രായം
കോൺഗ്രസിന്റെ അഭിപ്രായം, അതുമായി ബന്ധപ്പെട്ട ആ രണ്ട് നേതാക്കന്മാർക്ക് ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം ഇത് ഒന്ന് പറയണം. രണ്ടാമത് ചോദിച്ചത് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നേരത്തെ യോഗ്യതയില്ല, യോഗ്യതയുള്ള ആളാണ് സീതാറാം ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ. എന്നാൽ അപ്പോ എവിടെയെങ്കിലും പ്രേമചന്ദ്രൻ പറഞ്ഞിട്ടുള്ളോ ഉണ്ടോ രാഹുൽ ഗാന്ധി യോഗ്യത ഉള്ള ആളാണെന്ന്? അപ്പം പ്രേമചന്ദ്രന് പോലും ഉറപ്പില്ല രാഹുൽ ഗാന്ധി ഇന്ത്യ ഭരിക്കാനുള്ള യോഗ്യതയുള്ള ആളാണെന്ന്. അതിഥി തൊഴിലാളികൾ കേരളത്തിൽ വരുന്നത് പോലെയാണ് ഇപ്പം അതിഥി തൊഴിലാളിയായിട്ട് ഇവിടെ മത്സരിക്കാൻ ഹിന്ദിക്കാരൻ കേരളത്തിൽ വരുന്നത്. വേറെ ഒരു മാർഗവുമില്ല. രാഹുൽ അവരുടെ പ്രധാനമന്ത്രി ആരാന്ന് ഇതുവരെ എനിക്ക് മറുപടി കിട്ടിയില്ല. എന്റെ സ്വന്തം ബൂത്തിൽ താമസിക്കുന്ന ആളാ ഞാൻ. MLA മുകേഷിന്റെ സ്വന്തം ബൂത്തിന്റെ അടുത്ത് താമസിക്കുന്ന ആളാ. മുകേഷിന്റെ റോഡ് ഉണ്ടല്ലോ, വീട്ടിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന റോഡ്, അതിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ പറ്റാത്ത ആളാണ് ഈ MP ആയിട്ട് ഇവിടെ മത്സരിക്കാൻ വരുന്നത്. നാടകല്ലേ ഇവന്മാർക്ക്? അവിടെ ഒരു ചോദ്യം ചോദിച്ചല്ലോ, ഇവിടെ NK പ്രേമചന്ദ്രൻ ചെയ്ത വികസനങ്ങൾ, മുകേഷ് ചെയ്ത വികസനങ്ങൾ എങ്ങനെ അതൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? ഒരു പാലം എങ്ങോട്ട് പോകുന്ന അറിയാൻ നിൽക്കാം. പാലം ഇവിടെ ഒരു മിനിറ്റ് ഇവിടെ 863 കശുവണ്ടി ഫാക്ടറികളുണ്ട്. കേരളത്തിൽ രജിസ്റ്റേർഡ് 863 കശുവണ്ടി ഫാക്ടറി ഉണ്ട്. നേരത്തെ ഇവിടെ ഒരു സുഹൃത്ത് ഇവിടെ പറഞ്ഞു, പ്രേമേന്ദ്രൻ കശുവണ്ടി എന്ത് ചെയ്യുന്നു? 122 തവണ ഇന്ത്യൻ പാർലമെന്റിൽ കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിച്ചത് പ്രേമേന്ദ്രനാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 2 തവണ 5 വർഷത്തിൽ 2 തവണയാണ് കൂലി കൂട്ടിയത്. 8 വർഷമായിട്ടും പിണറായി വിജയൻ തൊഴിലാളികളെ വഞ്ചിച്ചു. 23% കൂലി പോലും ഇപ്പൊ നിലവിൽ കൊടുത്തിട്ടില്ല. 100 ഫാക്ടറി ഇപ്പൊ കേരളത്തിലുള്ളൂ. ബാക്കി 750 ഇവിടെ കിടക്കുക. മേഴ്സിക്കുട്ടിയമ്മയാണ് ചെയ്തത്. വളരെ ദുഃഖത്തോടെയാണ് ഞാൻ ഈ ചോദ്യം ഇവിടെ ചോദിക്കുന്നത്. ഞാൻ ഇരവരം വള്ളക്കടവ് സുനാമി ഫ്ലാറ്റിൽ നിന്നും വരുന്നതാണ്. എന്നെ പോലെ 1000 പരം ആളുകൾ നരകവേദന അനുഭവിക്കുകയാണ്. ഇരുവരുത്ത് ആ തീരദേശ മേഖലയിൽ വീടുകൾ നഷ്ടപ്പെട്ടപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഞങ്ങൾക്ക് സുനാമി ഫ്ലാറ്റ് നിർമ്മിച്ചു തന്നത്. കഴിഞ്ഞ ഇത്രയും വർഷക്കാലമായി ഞങ്ങൾക്ക് അവിടെ ഓടയില്ല. 1 മാസം തൊട്ട് 100 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന 308 കുടുംബമുള്ള ഒരു പെയിന്റ് പോലും മെയിൻ്റെനൻസിന് പോലും ഇതുവരെ ഈ ഇടതുപക്ഷ സർക്കാർ ഇതുവരെ പണം തന്നിട്ടില്ല. MLA ഞങ്ങൾ നിവേദനങ്ങൾ സമർപ്പിക്കാൻ പോയപ്പോൾ MLA ഞങ്ങളെ ആ ഓഫീസിൽ നിന്ന് വരെ ഇറക്കി വിട്ടു. സുനാമി ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. എനിക്ക് ഗോപകുമാർ ബിജെപിക്ക് വേണ്ടി വന്ന ഗോപകുമാർ സാറിന്റെ അടുത്താണ് ചോദിക്കാനുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു നിയമമുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണസിരാ കേന്ദ്രമായ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാ. അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ത്യൻ ജനാധിപത്യം എവിടെ പോയി? മതേതരത്വം എവിടെ പോയി? നിങ്ങൾ മതേതരത്തെ കുറിച്ച് ഘോരം വാദിക്കുന്നുണ്ടല്ലോ, ഭരണഘടനയെ കുറിച്ച് വാദിക്കുന്നുണ്ടല്ലോ. മറുപടി പറയണം. 2 ചോദ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, വലിയ ന്യൂനപക്ഷ സ്നേഹം പറയുന്നത് റിയാസ് മൗലവിയുടെ കാര്യത്തിൽ എന്താണ്? വലിയ ന്യൂനപക്ഷ സ്നേഹം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ പെട്രോൾ 50 രൂപയ്ക്ക് തരുമെന്ന് പറഞ്ഞു, എവിടെ തന്ന്? 2 ചോദ്യങ്ങൾ. അതിന് മുമ്പ് ഓരോ മിനിറ്റ് മാത്രമേ ഇനി സമയം നമുക്കുള്ളൂ. ഓരോ മിനിറ്റ് മാത്രം സമയം. ഷബീർ, എന്തുകൊണ്ട് മുകേഷ് ജയിക്കണം? ചുരുക്കി. എന്തുകൊണ്ട് മുകേഷ് ജയിക്കണം? ചുരുക്കി. മുകേഷ് ജയിക്കേണ്ടത് ഈ മൈക്കില്ലാത്തവരോട് പ്രതികരിക്കരുത്. മുകേഷ് ജയിക്കേണ്ടത് ഈ രാജ്യത്ത് മതേതര ജനാധിപത്യ ഇന്ത്യ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് മുകേഷ് ജയിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ കൊല്ലത്തിനെ ഇവിടെ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ പ്രകൃതിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം ഏറ്റുവാങ്ങിയ ഈ കൊല്ലത്തെ അതിന്റെ പൗരാണിക പ്രൗഢിയോടുകൂടി നിലനിർത്തുന്നതിന് വേണ്ടി, കൊല്ലത്തിനെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ മുകേഷ് ജയിക്കണം. അവിടെ ചോദിച്ച 2 ചോദ്യങ്ങൾ കൂടി ഉത്തരം പറയാനുള്ളത്. ഒന്ന്, റിയാസ് മൗലവിയുടെ കേസുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിന്റെ ജുഡീഷ്യൽ ചരിത്രത്തിൽ തന്നെ അപൂർവതയായി 7.5 വർഷം റിമാൻഡിൽ കേസിന്റെ വിചാരണ പൂർത്തീകരിക്കുന്നത് വരെ പ്രതികൾ ജാമ്യം ലഭിക്കാതെ ജയിലിൽ കിടന്ന അത്യപൂർവമായ സാഹചര്യം കേരളത്തിൽ
പറഞ്ഞതാണ്. ഒരൊറ്റ കാര്യം കൂടി. ഈ വലിയ ന്യൂനപക്ഷ പ്രേമം പറയുന്ന കോൺഗ്രസും UDF-ഉം CAA-യുമായി ബന്ധപ്പെട്ട് അവർ ഏത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ഈ പ്രകടന പത്രികയിൽ കോൺഗ്രസിന്റെ പ്രകടന എന്തുകൊണ്ട് കൃഷ്ണകുമാർ ജയിക്കണം? 1 മിനിറ്റ്. 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും കൊല്ലം ലോകസഭാ മണ്ഡലത്തിലും നടക്കണം. നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നയാൾ കൊല്ലം ലോക്സഭാ കേന്ദ്രമന്ത്രിസഭയിൽ നരേന്ദ്രമോദിയോടൊപ്പം കൃഷ്ണകുമാറും ഉണ്ടാകണം. കൊല്ലത്തിനൊരു കേന്ദ്രമന്ത്രി. നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പിലാക്കുവാൻ കൃഷ്ണകുമാർ പോകണമെന്ന് കൊല്ലം ജനത കാണുന്ന തെരഞ്ഞെടുപ്പായത്. ആ വികസന നയം ഈ ലോകസഭയിലും ഉണ്ടാവണം. ഇവരുടെ പ്രധാനമന്ത്രി ആരാ? കേരളം വിട്ടുകഴിഞ്ഞാൽ ഒരുമിച്ച് പോകുന്നവർ. ഇവരുടെ കള്ളത്തരം, ഇവരുടെ കൂട്ടുകച്ചവടം, ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയ പരിഹാരം ഉണ്ടാവണം. മുകേഷ് ജയിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ദേശീയ പാർട്ടി പദവി നിലനിൽക്കുന്നതിന് വേണ്ടി ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ നിഷ്കളങ്കതയുള്ള ഒരു നേതാവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ബാലന്റെ പേരെ പറയത്തുള്ളൂ. കാര്യം ശുദ്ധ മനസ്സുള്ള അദ്ദേഹം കൃത്യമായി കാര്യം പറഞ്ഞു. ഇവിടെ CPM-ന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചില്ലെങ്കിൽ ഈനാമ്പേച്ചി, മരപ്പെട്ടി, തേള്, പേപ്പട്ടി എന്നീ ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ടി വരും. അതിനുവേണ്ടി മാത്രമാണ് മുകേഷ് ഇവിടെ മത്സരിക്കുന്നത്. പക്ഷേ ജനാധിപത്യം കാത്തു സംരക്ഷിക്കുവാൻ വേണ്ടി, മതേതരത്വം നിലനിർത്തുവാൻ വേണ്ടി രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പോരാട്ടവുമായി ഇന്ത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുന്നോട്ട് പോകുമ്പോൾ കേവലം ചിഹ്നം സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനി പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ പ്രേമചന്ദ്രന്റെ കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താം. 5000-ത്തിലധികം തവണ ഈ പാർലമെന്റിൽ സംസാരിച്ചിട്ടുള്ള പ്രേമചന്ദ്രൻ കശുവണ്ടി തൊഴിലാളികൾ സംസാരിച്ചിട്ടുള്ള പ്രേമേന്ദ്രൻ ഇവിടെ അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വിഷയം സംസാരിച്ചിട്ടുള്ള വിഷയം. രാഹുൽ ഗാന്ധി മതേതരത്വം സംരക്ഷിക്കാൻ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് എന്തിനാണ്? രാഹുൽ ഗാന്ധി മതേതരത്വം സംരക്ഷിക്കാൻ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് എന്തിനാണ്? അങ്ങ് തന്നെ ചോദിച്ച കാര്യമുണ്ട്. പോളിറ്റ് ബ്യൂറോ അംഗം എന്തുകൊണ്ട് വയനാട് മത്സരിക്കുന്നില്ല എന്നുള്ള ചോദ്യം ചോദിച്ചു. അതിനോടൊപ്പം തന്നെ ഇന്ത്യയിലുടനീളം രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ 12 സംസ്ഥാനങ്ങൾ നമ്മൾ കണ്ടുമുട്ടും. നാളെ വൈകുന്നേരം കുരുക്ഷേത്രവുമായി. റിപ്പോർട്ടർ കുരുക്ഷേത്രം. ഗുഡ് നൈറ്റ്, ശുഭരാത്രി.